പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിവന്യരായ പിതാക്കന്മാരെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നമ്മുടെ വലിയ വെള്ളിയാഴ്ചയുടെ നാമനമസ്കാരങ്ങളാണ് ഇപ്പോൾ പൂർത്തീകരിച്ചത്. വിശുദ്ധ ശ്ലീബ വന്ദനവിന്റെ പ്രത്യേക ക്രമം ആരംഭിക്കുന്നു. ആദിനോമിന് വിശുദ്ധ ശ്ലീബ പെരുന്നാളിനൊക്കെയാണ് നമ്മൾ വിശുദ്ധ ശ്ലീബായുടെ അർത്ഥം എന്താണ് എന്ന് ആഴത്തിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങൾ. ശ്ലീബ വന്ദനവിന്റെ ആരാധന കൂടാതെ ഇന്ന് ഉള്ള നമ്മുടെ ശുശ്രൂഷയിൽ സുദീർഘമായി പരിശുദ്ധ ശ്ലീബ മനുഷ്യകുലത്തിന് സൃഷ്ടിക്ക് എന്താണ്, രക്ഷ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നാം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ യാമങ്ങൾ, സുവിശേഷ സംഭവങ്ങൾ അതാത് യാമത്തിന് അനുസൃതമായാണ് നമ്മൾ വായിച്ചു വന്നത്. അതൊരു യാത്ര പോലെയായിരുന്നു. ആദ്യം മത നേതൃത്വത്താൽ പിടിക്കപ്പെടുന്നതും വിചാരണ ചെയ്യുന്നതും, ടാർഗറ്റിംഗ്, പിന്നീട് നേരം വെളുത്തതിന് ശേഷം പ്രഭാതം മുതലുള്ള സമയത്ത് റോമ ഭരണാധികാരികളുടെ മുമ്പിലുള്ള വിചാരണയും, കുരിശെടുത്തുകൊണ്ടുള്ള യാത്രയും, കുരിശിൽ തറപ്പും, പ്രാണനെ വെടിയുന്നതും, അതുവരെയാണ് നമ്മൾ യാമ നമസ്കാരങ്ങളിലെ വായന ധ്യാന ഭാഗത്തുള്ളത്. ഇനിയുള്ള ഭാഗം നമ്മൾ കുരിശിലേക്ക് നോക്കി ആ ദിവസത്തിന്റെ, ആ മഹത്തരമായ സംഭവത്തിന്റെ, രക്ഷയുടെ കുരിശിന്റെ ധ്യാനമാണ് നാം നിർവഹിക്കുന്നത്. നമുക്ക് അറിയാവുന്നതാണെങ്കിലും നമ്മളുടെ തന്നെ ആരാധനയെ സംബന്ധിച്ചുള്ള, ആരാധനയിൽ നാം നിർവഹിക്കുന്നതിനെ സംബന്ധിച്ചുള്ള നമ്മളുടെ ഒരു ബോധ്യത്തിന് വേണ്ടി സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രിയ സഹോദരൻ അഡോൺ വിശദമായി തന്നെ അഗാധമായി കുരിശിന്റെ അർത്ഥവും അതിൽ അടങ്ങിയിരിക്കുന്ന പാരഡോക്സ്, കോൺട്രഡിക്ഷൻ, നാച്ചുറൽ കോൺട്രഡിക്ഷൻ ആണ്. സ്വാഭാവികമായിട്ടുള്ള വൈരുദ്ധ്യമുണ്ട് കുരിശിൽ. ഇന്ന് രാവിലെ പരിശുദ്ധ പൗലോസ്ലീഹായുടെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലെ 1-ാം ലേഖനം 18-ാം വാക്യം നാം കേട്ടതാണ് വായിച്ചത്. അതിൽ ഈ വൈരുദ്ധ്യത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. For the message about the cross is foolishness to those who are perishing, but to us who are being saved it is the power of God. ഈ ഡ്യുവാലിറ്റി പറയുന്നുണ്ട്. For the secular world it is foolishness. For the people who are being called into the salvation it is the power of God. അതിനുശേഷം പൗലോസ്ലീഹ വളരെ വിശദമായി, കൗതുകപരമായി foolishness and wisdom ഇത് രണ്ടും പറയുന്നുണ്ട്. പുതിയ നിയമ ഭാഷയിൽ അത് കുറച്ചുകൂടി വ്യക്തതയോടുകൂടി മനസ്സിലാക്കുവാൻ വിദ്യാർത്ഥികളായി നമുക്ക് സാധ്യമാകുമല്ലോ. സോഫോസ് ആൻഡ് മോറോസ്. സോഫോസ് വിസ്ഡം, മോറോസ് സ്റ്റുപ്പിഡിറ്റി, ഫുളിഷ്നെസ് ആണ്. അപ്പോൾ ഏറിയ പങ്കുവരുന്ന ഭൂരിപക്ഷത്തിന്റെ സമീപനത്തിലും കാഴ്ചപ്പാടിലും ക്രോസ് ഈസ് എ മോറോസ്, സ്റ്റുപ്പിഡിറ്റി ആണ്. That is something that wouldn't make sense at all. ഒരു സെൻസും ഉണ്ടാകാത്ത സംഗതിയാണ്. നമ്മെ സംബന്ധിച്ചും even though we are baptized when we grow up with our free will, many a times we embrace moros in our perspectives in accepting Christ, in knowing Christ, in knowing the power of cross. കുരിശിനെ മനസ്സിലാക്കുന്നതിലും ഉൾക്കൊള്ളുന്നതിലും we end up in doing the same foolishness. If we are not able to cultivate the needed humility
we will fail to understand cross, and it would be rather, cross for us will be rather a means of foolishness. അത് നമ്മളുടെ സഭാജീവിതം കൊണ്ടും നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതം കൊണ്ടും നമ്മൾ ആവർത്തിച്ച് തെളിയിക്കുന്നതുമാണ്. One of the prime examples is for the church in the secular world when it fails to proclaim the power of God through what church has received through the cross. കുരിശിലൂടെ ലഭ്യമായ ദൈവത്തിന്റെ ശക്തിയെയും ജ്ഞാനത്തെയും വിസ്ഡം അത് ലോകത്തിന് കൊടുക്കുവാൻ പരാജയപ്പെടുന്നിടത്തോളം കാലം we ourselves are proclaiming our foolishness. ഇതാണ് ഒരുപക്ഷെ പലപ്പോഴും സംഭവിച്ചു പോകുന്നത്. നമ്മളുടെ പ്രവർത്തന ശൈലികൾ കൊണ്ടും നമ്മൾ എഴുതി വയ്ക്കുന്ന സംഹിതകൾ കൊണ്ടും നിയമങ്ങൾ കൊണ്ടും അത് കുരിശിനെ വേണ്ട വിധത്തിൽ അതിൻ്റെ എല്ലാ ആധ്യാത്മികമായ സുവിശേഷപരമായ അർത്ഥത്തിൽ സംവേദിക്കുന്നില്ല എങ്കിൽ we are ending up in wrong judgment. അതുകൊണ്ടാണ് കർത്താവിനെ ജഡ്ജ് ചെയ്യുന്നതിൽ, വിചാരണ ചെയ്യുന്നതിൽ, വിധിക്കുന്നതിൽ they had seen the stupidity in him എന്ന് അത് വളരെ വ്യക്തമായിരുന്നു. വളരെ ആലോചനയോടെ നല്ല ചിന്താ പദ്ധതികൾ തയ്യാറാക്കി പ്ലോട്ടുകൾ തയ്യാറാക്കുന്ന മതനേതൃത്വത്തെയാണ് നാം ഇവിടെ കാണുന്നത്. ഒരുപക്ഷെ നമ്മുടെ വായനയിൽ ശ്രദ്ധിക്കുന്നതായിരിക്കും, പക്ഷേ ഫോർ us to brush up our memories, അതിന്റെ ഇന്റൻസിറ്റി ഒന്ന് സുവിശേഷത്തിൽ നിന്ന് വായിച്ചെടുക്കണം. They have already made up their mind before any judgment that he has to be crucified, he has to be murdered, he has to be annihilated. പരിപൂർണമായിട്ടും അവൻ ഇല്ലാതെ ആകണം എന്നുള്ളത് വേർഡിക്റ്റ് is something pre-planned, it has been already made. അതിനുവേണ്ടി വളരെ ആസൂത്രിതമായ പദ്ധതികളാണ് തയ്യാറാക്കുന്നത്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 20-ാം അധ്യായം 20-ാം വാക്യത്തിൽ so they watched him and sent spies who pretended to be honest. ഓണസ്റ്റ് ആണ് എന്നുള്ള അഭിനയിക്കുവാൻ കഴിവുള്ളവരെ ചാരന്മാരായി അവന്റെ പിന്നാലെ കിടക്കുകയും ബോധപൂർവം ഭരണവർഗത്തിനെതിരെ സംസാരിക്കുവാൻ ഉള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തത്. It's quite powerful that. And so we see the judgment is going otherwise. They have seen, for them the reality of Christ is a foolishness. For them the reality of Christ has become a threat for their positions. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ സംഹിതകളുടെ വായനയിലും നമ്മുടെ ബന്ധങ്ങളുടെ വ്യാഖ്യാനങ്ങളിലും നമ്മളുടെ സ്ഥാനമാനങ്ങളുടെ സംബന്ധിച്ചുള്ള നമ്മുടെ ഇൻസെക്യൂരിറ്റി ഫീലിംഗിലും ഇതൊക്കെ ശുശ്രൂഷയിൽ സംഭവിക്കാവുന്ന ആപത്തുകളാണ്. അതിലൂടെയൊക്കെ we will end up in wrong judgment about the cross. We will be completely getting derailed in our ministry, and then we have to warn ourselves. A week like this, when we celebrate together, when we contemplate the power of the cross, we have to reiterate the fact that we should not be celebrating, we should be celebrating the power of the cross and should not end up ourselves in foolishly understanding the cross. Wrong judgment നിശ്ചയമായിട്ടും നമ്മളുടേതായ ഇൻസെക്യൂരിറ്റി ഫീലിംഗ്, നമ്മളുടേതായ രീതിയിലുള്ള കുരിശിന്റെ ഇതിനെ സാക്ഷി നിർത്താതെയുള്ള ഭരണഘടനയുടെയും സംഹിതകളുടെയും വ്യാഖ്യാനം ക്രിസ്തുവിനെ നമ്മുടെ ഇടയിൽ നിന്ന് മാറ്റിക്കളയും. നമ്മെ അറിഞ്ഞോ അറിയാതെയോ we will become sources of
secular power. When we try to, when church tries to imitate the secular world without acknowledging the witnessing power of God through the cross, we are diminishing into every kind of aberrations a secular community will uphold. അവിടെ നമ്മുടെ ജഡ്ജ്മെന്റ് നിശ്ചയമായിട്ടും തെറ്റിപ്പോകും എന്നുള്ളത് സംശയമില്ല. കുരിശിനെ മുൻനിർത്തിയും കുരിശിലൂടെ ലഭ്യമായ രക്ഷയെ മുൻനിർത്തിയും പുനരുത്ഥാനം എന്നുള്ള വലിയ യാഥാർത്ഥ്യത്തെ മുൻനിർത്തിയും മാത്രം ആണ് നമ്മുടെ സംഹിതകളും മനുഷ്യരായ നമ്മൾ എഴുതിയിട്ടുള്ള സംഹിതകളെല്ലാം വ്യാഖ്യാനിക്കേണ്ടത്. അതല്ല എങ്കിൽ ഭരണഘടന നമ്മുടെ തോളിൽ ഭാരമായി വരും. നമ്മൾ കുരിശിനെ പരാജയപ്പെടുത്തും. കുരിശ് പുറം ലോകം, നമ്മൾ വഹിക്കുന്ന കുരിശ് പുറം ലോകം they will interpret it as stupid. So let us hold on to the truth of the gospel. Let us hold on to the power of the cross. Let us follow what Christ has given us salvation. നേരത്തെയുള്ള പ്രസംഗത്തിലും രണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾ കേട്ടിരുന്നു. The power of cross in transforming us, the power of cross in instilling unconditional love in our heart. രണ്ട് ഉദാഹരണങ്ങൾ കൂടി നമുക്ക് പരിചയമുള്ളതാണ് സുവിശേഷ ഭാഗത്തു നിന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ. വലിയ രൂപാന്തരം ഭർത്താവിനോടൊപ്പം കുരിശിക്കപ്പെട്ട ഒരു മനുഷ്യന് അവന്റെ ജീവിതാവസാനത്തിൽ ഉണ്ടായതിനെ സംബന്ധിച്ച് നമ്മൾ കേട്ടിരുന്നത്. അത് that shows that certainly reflects the power of repentance. Repentance is needed for us even in the last minute. It is only a factual aspect in our life that no matter in what age we are, we need repentance. We need to be repenting because we are fragile human beings. Our decisions can go wrong. Our way of comprehending things can certainly go wrong. So it is only a matter of humility that we accept our human fragility, and then accepting the fact that there is still space for repentance in us. നമ്മൾ അനുദപിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അത് നാം നിർവഹിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. രൂപാന്തരത്തിന്റെ നല്ല ഉദാഹരണങ്ങളാണ് കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന സ്ത്രീകൾ. നമ്മൾ ഗൂഗിൾ മാപ്പിലൊന്ന് നോക്കിയാൽ മതി അവർ യാത്ര ചെയ്ത ദൂരം എത്രയായിരുന്നു എന്നുള്ളത്. They are northerners. They are from the province of Galilee, Capernaum and Bethsaida, which were the northern provinces. They would have easily traveled south to be by the fruit of the cross a minimum of more than 100 miles. 100 മൈലിൽ കൂടുതലെങ്കിലും അവർ യാത്ര ചെയ്ത് തെക്കോട്ട് യാത്ര ചെയ്ത് വന്ന സ്ത്രീകളാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 3-ാം വാക്യത്തിൽ സ്വന്തം വസ്തുവകകൾ കൊണ്ടുപോലും ഇവർക്ക് കൊടുത്തിരുന്ന സ്ത്രീകളെ സംബന്ധിച്ച് പറയുന്നു. ശിഷ്യരോടൊപ്പം തന്നെ കർത്താവിനോടും സംഘത്തോടും ഒപ്പം ചേർന്ന സ്ത്രീകളുണ്ടായിരുന്നു. അവർ ഇവരോടൊപ്പം യാത്ര ചെയ്തിരുന്നു. കുരിശിന്റെ ചുവട്ടിലോളം എത്തി. ഇവിടെ നമ്മൾ രൂപാന്തരം കാണുന്ന ഒരു അമ്മയുണ്ട്. അമ്മ ഒരു ശുപാർശയുമായിട്ട് വരുന്നുണ്ട്. മക്കൾ ഇടതും വലതും ഇരിക്കണം എന്നുള്ളത്. അത് ഭൗതികമായ ഒരു കാര്യമാണ് അപേക്ഷിക്കുന്നത്, ശുപാർശയായി സമർപ്പിക്കുന്നത്. പക്ഷെ കുരിശെന്നുള്ള യാഥാർത്ഥ്യത്തിന് മുമ്പിൽ ആ പ്രതീക്ഷകൾ മുഴുവനും അവസാനിക്കുകയാണ്. ഒന്നുമില്ല, ഇനി ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തപ്പോഴും അവർ അവിടെ നിന്നു എന്നുള്ളതാണ് അവരുടെ വിശ്വാസത്തിന്റെ ആഴം എന്ന് പറയുന്നത്. അത് കുരിശ് നടക്കുന്ന രൂപാന്തരമാണ്. ഭൗതികമായ നമ്മുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുമ്പോഴും ക്രിസ്തുവിലുള്ള നമ്മുടെ പ്രത്യാശ അവസാനിക്കുന്നില്ല എന്നുള്ള വലിയ രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അത് ആവശ്യം തന്നെയാണ്. അത് സ്നേഹത്തിന്റെ രൂപാന്തരമാണ്. അവിടെ നിശ്ചയമായിട്ടും ഇന്ന് നാം കുരിശിൽ കേന്ദ്രീകൃതമായി ആരാധിക്കുന്ന വന്ദനവിന്റെ ക്രമം നമ്മളിൽ രൂപാന്തരം കൊണ്ടുവരണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ജീവിതത്തിന്റെ വ്യാഖ്യാനവും
നമ്മളുടെ ഇഹലോകത്തിലുള്ള നമ്മുടെ നിലനിൽപ്പിന്റെ വ്യാഖ്യാനവും സഭ എന്നുള്ള നിലയിൽ നമ്മുടെ സംഹിതകളുടെ വ്യാഖ്യാനവും സർവവും കുരിശിനെയും ക്രിസ്തുവിനെയും സാക്ഷ്യപ്പെടുത്തുന്നത് തന്നെ ആയിരിക്കണം. അതിൽ നമുക്ക് ഉറപ്പുണ്ടാവണം. നാം ഏറ്റെടുക്കുന്ന ശുശ്രൂഷകൾ നിശ്ചയമായിട്ടും സാക്ഷ്യപ്പെടുത്തേണ്ടതും നമ്മൾ എന്തിനെയാണ് സാക്ഷ്യം വഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകേണ്ടത് എന്നുള്ളതും അതും കുരിശ് തന്നെ ആയിരിക്കണം, കുരിശ് തന്നെ ആയിരിക്കട്ടെ. ഈ ശ്ലീബാവന്ദനവിന്റെ ക്രമം നമ്മളെ കൂടുതൽ വിനയപ്പെടുത്തട്ടെ. നമ്മളിൽ ഇനിയും മാനസാന്തരത്തിനുള്ള അനുതാപത്തിന്റെയുമായുള്ള സാധ്യതകളുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമ്മളിൽ നൽകട്ടെ. നമ്മുടെ സകല വ്യാഖ്യാനങ്ങളിലും ക്രിസ്തുവിന്റെയും കുരിശിന്റെയും സാന്നിധ്യം ഉണ്ടാവട്ടെ. And any kind of anxiety that we still bear within us, deep down in our heart, when we do our reflections, when we do our prostrations, when we go down to the earth, let us off-burden us. Let us keep our anxieties by the foot of the cross. That is what he has asked. അതുകൊണ്ട് തന്നെ നമ്മൾ ആരാധനയിൽ പ്രാർത്ഥിക്കുന്നതാണ്, ലഘുവും ആനന്ദപ്രദവുമാണ് അവിടുന്ന് നൽകുന്ന നുകം. We will be able to bear it. It will not break our back. But then, whereas if the rest of the world is disciplining us, it will be unbearable for us. But then if we are disciplined by Christ, it will be certainly for our goodness and we will be able to bear us. Let us put our heart in the rest of the services, in the adoration of the cross. May God bless us.